പ്രിയപ്പെട്ട സഞ്ജു, 1000 നന്ദി. ഇതായിരുന്നു ഞങ്ങൾക്ക് വേണ്ടത്. ഇങ്ങനെയൊരു സഞ്ജുവിനെ. ഓരോ മലയാളികളും സഞ്ജു ഫാൻസും ഇക്കാലം അത്രയും കാത്തിരുന്നത് ഇങ്ങനെയൊരു നിമിഷത്തിനായിരുന്നു. ടീമിനെ ഒറ്റയ്ക്ക് ചുമലിലേറ്റി എന്തൊരു ഇന്നിങ്സ് ആയിരുന്നു അത്. റൺ ചേസിൽ രോഹിത്തിനെ പോലെ തുടങ്ങി കോഹ്ലിയെ പോലെ ആങ്കർ ചെയ്ത് ധോണിയെ പോലെ ഒരു ഫിനിഷിംഗ്. ഇറ്റ്സ് സഞ്ജു സ്പെഷ്യൽ. മിഡോണിലേക്ക് ബൗണ്ടറി പായിച്ച് ടീമിനെ സെമിയിലെത്തിച്ച് സഞ്ജു മുട്ടുകുത്തിയിരുന്ന ആ ഇരിപ്പുണ്ടായിരുന്നല്ലോ. ആകാശത്തേക്ക് നോക്കി ദൈവത്തിന് നന്ദി പറഞ്ഞ ആ സെലിബ്രേഷനിലുണ്ട് ഈ ജയം അയാൾക്ക് എത്രത്തോളം പ്രിയപ്പെട്ടതാണെന്ന്. ഇന്നോളം ഏറ്റുവാങ്ങിയ പരിഹാസങ്ങൾക്കും കുറ്റപ്പെടുത്തലുകൾക്കും ഒരൊറ്റ രാത്രി കൊണ്ട്, ഐതിഹാസിക ഇന്നിങ്സ് കൊണ്ട് അയാൾ മറുപടി നൽകിയിരിക്കുന്നു. ഇനി ആർക്കും അയാളെ എഴുതിത്തള്ളാനാകില്ല. ഇന്ത്യൻ ക്രിക്കറ്റിൽ തന്റേതായ സിംഹാസനം അയാൾ വെട്ടിപ്പിടിച്ചിരിക്കുന്നു. ടീമിൽ താനൊരു സെക്കൻഡറി ഓപ്ഷൻ അല്ലെന്ന് അയാൾ തെളിയിച്ചിരിക്കുന്നു. മോശം ഫോമിന്റെ സമയത്തും വിശ്വസിച്ച് ഒപ്പം നിന്ന ആരാധകർക്കുള്ള സ്നേഹ സമ്മാനം കൂടിയാണ് വിയർപ്പ് തുന്നിയിട്ട കുപ്പായത്തിൽ കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിൽ അയാൾ നൽകിയത്. 10 വർഷത്തിലേറെയായി ഇന്ത്യൻ കുപ്പായത്തിലുണ്ട് സഞ്ജു. എന്നാൽ ഇതാദ്യമായാണ് 140 കോടി ജനങ്ങളുടെ വിശ്വാസം കാത്ത് അയാൾ രാജ്യത്തിന്റെ ഹീറോയാകുന്നത്. കളിച്ചു തുടങ്ങിയ ദിവസം മുതൽ, രാജ്യത്തിനായി കളിക്കാൻ സ്വപ്നം കണ്ടതു മുതൽ അയാൾ കാത്തിരുന്ന ദിവസമാണിത്. കാത്തിരുന്ന് കിട്ടുന്ന നേട്ടങ്ങൾക്ക് അല്ലെങ്കിലും മധുരം കൂടുതലായിരിക്കും. നാളെ ഇന്നുവരെ 59 മത്സരങ്ങളിൽ സഞ്ജു ഇന്ത്യക്കായി പാഡണിഞ്ഞു. അതിന്റെ പകുതിയോളം മത്സരങ്ങളിലെങ്കിലും സൈഡ് ബെഞ്ചിൽ ഇരിക്കേണ്ടിയും വന്നു. മോശം കാലത്തും സഞ്ജുവിന്റെ പ്രതിഭയിൽ അയാളുടെ കടുത്ത വിമർശകർക്ക് പോലും സംശയമുണ്ടായിരുന്നില്ല. പലപ്പോഴും ഫോമായിരുന്നു അയാൾക്ക് വില്ലനായത്. ഫോമിലേക്ക് വന്നപ്പോഴും മറ്റു പലർക്കുമായി അയാൾ തഴയപ്പെട്ടു. വർഷങ്ങളോളം ടീമിലുണ്ടായിട്ടും മിക്ക മത്സരങ്ങളിലും ബെഞ്ചിൽ നിന്ന് കളി കാണാനായിരുന്നു അയാളുടെ വിധി. 2-3 മത്സരങ്ങൾ ഫോം ഔട്ട് ആകുമ്പോഴേക്കും അയാൾക്കെതിരെ മുറവിളികൾ പതിവായി. IPL ഉൾപ്പെടെ ലോകോത്തര ഓപ്പണറായി കഴിവ് തെളിയിച്ച സഞ്ജു ആരുടെയൊക്കെയോ താല്പര്യങ്ങൾക്കായി മധ്യനിരയിൽ വരെ പരീക്ഷിക്കപ്പെട്ടു. അന്നൊന്നും അയാൾക്കതിൽ പരാതിയില്ലായിരുന്നു. ടീമിനായി തന്റെ റോൾ അയാൾ കൃത്യമായി നിറവേറ്റിപ്പോന്നു. ഈ ലോകകപ്പ് തുടങ്ങുമ്പോൾ ആദ്യ 11-ൽ സഞ്ജു ഉണ്ടാകില്ലെന്ന് അയാളുടെ ഫാൻസിന് പോലും ഉറപ്പായിരുന്നു. ന്യൂസിലാൻഡിനെതിരായ മോശം ഫോമായിരുന്നു കാരണം. പ്രതീക്ഷിച്ചത് തന്നെ സംഭവിച്ചു. സഞ്ജുവിനെ ബെഞ്ചിലിരുത്തി ഇന്ത്യ ലോകകപ്പ് തുടങ്ങി. എന്നാൽ അവിടെയും ഭാഗ്യം അയാൾക്കായി ചിലത് കാത്തുവച്ചിരുന്നു. അഭിഷേകിന് വയ്യാത്തതുകൊണ്ട് മാത്രം ആദ്യ റൗണ്ടിൽ അവസരം. എന്നാൽ പ്രതീക്ഷയ്ക്കൊത്തുയരാൻ അന്നും സഞ്ജുവിനായില്ല. പക്ഷേ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരായ ഇന്ത്യയുടെ തോൽവി അയാൾക്ക് മുന്നിൽ വീണ്ടും വാതിൽ തുറന്നിട്ടു. ഓപ്പണിംഗിൽ ഇന്ത്യൻ ലെഫ്റ്റ് ഹാൻഡേഴ്സിന് പൂട്ടാനുള്ള എതിരാളികളുടെ ഓസ്പിൻ കെണിയെ മറികടക്കാൻ മാത്രം വീണു കിട്ടിയ അവസരം. പ്രതിഭകളുടെ അതിധാരാളിത്തമുള്ള ഇന്ത്യൻ ക്രിക്കറ്റിൽ ഒരുപക്ഷെ ഇത് അയാൾക്കുള്ള അവസാന അവസരവുമായിരുന്നിരിക്കാം. നാളിന്ന് വരെ പലപ്പോഴായി ടീമിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടതിന്റെ എല്ലാ വേദനയും നന്നായി അനുഭവിച്ചറിഞ്ഞ അയാൾ ആ അവസരം കൃത്യമായി നിറവേറ്റി. ഒരു ഹൈ പ്രഷർ ലോകകപ്പ് നോക്കൌട്ട് ഗെയിമിൽ ഇന്നോളം ഒരു ഇന്ത്യൻ താരത്തിന്റെ ഏറ്റവും മികച്ച ഇന്നിങ്സ്. ഒരുപക്ഷെ കാലം അയാൾക്കായി കാത്തുവെച്ച സുവർണാവസരമായിരിക്കാം ഇത്. സഞ്ജു ടീമിലുണ്ടാകുമോ എന്ന ചോദ്യത്തെ ചിരിച്ചു തള്ളിയ നായകൻ സൂര്യകുമാർ യാദവിന് പോലും അയാളുടെ പ്രകടനത്തിനു മുന്നിൽ തൊപ്പിയൂരി തല താഴ്ത്തേണ്ടി വന്നു. സഞ്ജുവിന്റെ കടുത്ത വിമർശകർ പോലും ഇന്ന് അയാളുടെ ആരാധകരായി മാറി. 3 റൺസ് അകലെ സഞ്ജുവിന് സെഞ്ചുറി നഷ്ടമായതുപോലും കഴിഞ്ഞ രാത്രി ചർച്ചയായതേയില്ല. കാരണം ഒരു സെഞ്ചുറിയേക്കാൾ മൂല്യമുള്ള ഇന്നിങ്സ് ആയിരുന്നു സഞ്ജുവിനത്. 10-60 കളികളിൽ നിന്നായി താൻ ഇന്നോളം അടിച്ചുകൂട്ടിയ 3 സെഞ്ചുറിയേക്കാൾ വിലമതിക്കുന്നതാണ് അയാൾക്ക് 97 റൺസ്. ടീമിൽ ഓപ്പണറായി എത്തുമ്പോഴെല്ലാം അതിവേഗം സ്കോർ അടിച്ചു കയറ്റുക എന്നതായിരുന്നു ഇന്നോളം സഞ്ജുവിനുള്ള റോൾ. റിസ്ക് വളരെ കൂടുതലായതിനാൽ പലപ്പോഴും വലിയ വ്യക്തിഗത സ്കോറുകളിലേക്ക് പോകാൻ സഞ്ജുവിനായിരുന്നില്ല. അനാവശ്യ തിടുക്കവും മോശം ഷോട്ട് സെലക്ഷനും ഫുട് വർക്കിലെ പ്രശ്നങ്ങളുമെല്ലാം സഞ്ജുവിനെ തുടർച്ചയായി അലട്ടി. എന്നാൽ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച ക്ലാസിക് ഇന്നിങ്സ് ആയിരുന്നു ഈഡൻ ഗാർഡൻസിൽ അയാൾ കാഴ്ചവെച്ചത്. സഞ്ജു ഫാൻസ് അയാളുടെ വിജയം ഇത്രമേൽ ആഘോഷിക്കുന്നതും അതുകൊണ്ടാണ്. 196 റൺസായിരുന്നു സെമിയിലേക്കുള്ള ഇന്ത്യയുടെ വിജയലക്ഷ്യം. കടലാസിൽ എത്ര വലിയ പുലികളുണ്ടെന്ന് പറഞ്ഞാലും നോക്കൌട്ട് ഘട്ടത്തിൽ അത്ര എളുപ്പമല്ലാത്തൊരു ടാർഗറ്റ്. ഫോമിലുള്ള അഭിഷേകും ഇഷാൻ കിഷനും തുടക്കത്തിലെ കൂടാരം കയറിയപ്പോൾ തന്നെ ടീം പതറി. അവിടെ മുതൽ സഞ്ജുവും തന്റെ സ്വാഭാവിക ട്രാക്ക് മാറ്റി. കൂറ്റൻ അടികൾക്ക് മുതിരാതെ, റിസ്ക് എടുക്കാതെ, റൺ റേറ്റ് താഴാതെ സ്കോർ ബോർഡ് ചലിപ്പിച്ചു. പിന്നാലെ വന്ന സൂര്യകുമാർ യാദവും ഹർദിക് പാണ്ഡ്യയും തിലക് വർമ്മയും പാതി വഴിയിൽ വീണിട്ടും സഞ്ജു ശാന്തനായി മറുവശത്ത് നിലയുറപ്പിച്ചു. അവസാന നിമിഷം വരെയും പൊരുതി ദുബൈയെ സാക്ഷി നിർത്തി 4 പന്ത് ബാക്കി നിൽക്കെ ഫിനിഷിംഗ്. ചേസിംഗിൽ ഇത്രയും പെർഫെക്ഷനോടെ സഞ്ജു കളിച്ചതും ഇതാദ്യം. ലോകകപ്പിൽ ഇന്ത്യ ചേസ് ചെയ്ത് ജയിക്കുന്ന ഏറ്റവും വലിയ സ്കോർ കൂടിയാണിത്. സഞ്ജുവിന്റെ മാസ്റ്റർ ക്ലാസ് ഇന്നിങ്സിന്റെ മാറ്റുകൂട്ടുന്ന കാര്യവും ഇതുതന്നെ. കഴിഞ്ഞ ലോകകപ്പോടെ കളി അവസാനിപ്പിച്ച ചേസ് മാസ്റ്റർ സാക്ഷാൽ കിങ് കോഹ്ലിയുടെ വിടവ് നികത്താനും ഒരൊറ്റ മത്സരത്തിലൂടെ സഞ്ജുവിനായി. ലോകകപ്പ് മത്സരത്തിലെ റൺ ചേസിൽ ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ എന്ന റെക്കോർഡും കോഹ്ലിയെ മറികടന്ന് സഞ്ജു സ്വന്തം പേരിലാക്കി. 3ാം T20 ലോക കിരീടത്തിനായി ഇനി സഞ്ജുവിനും ഇന്ത്യക്കും വേണ്ടത് 2 വിജയങ്ങൾ മാത്രമാണ്. സെമിയിലും ഫൈനലിലും രാജ്യത്തിന്റെ അഭിമാനമായി, മലയാളികളുടെ അഭിമാനമായി തിളങ്ങാൻ സഞ്ജുവിനാകട്ടെ എന്ന് പ്രത്യാശിക്കാം.